ഹായ് മക്കളെ, ഹായ് ഹായ് ഹായ്, അനുമോ സാറാണ്. ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസം നമ്മൾ നമ്മുടെ 50 ക്വസ്റ്റ്യനിലേക്ക് എന്താണ് എത്താൻ പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ പകുതിയായിരിക്കും, നമ്മുടെ ചലഞ്ച് പകുതിയാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു 10 ദിവസം കൂടി ആയാൽ നമ്മുടെ കയ്യിൽ എത്ര ക്വസ്റ്റ്യൻ ഇടാ? നമ്മുടെ കയ്യിൽ 100 ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു പോവുക. കുറച്ച് ദിവസം നമ്മുടെ പരീക്ഷയ്ക്ക് ആ കൃത്യമായുള്ള പഠനം നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് നേടിത്തരും. അതായത് നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു പോയാൽ നമ്മുടെ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾക്ക് 80-ൽ 80 തന്നെ വാങ്ങാൻ പറ്റും, 80-ൽ 80 തന്നെ നേടാൻ പറ്റും. ഓക്കെ, അതിനുള്ള കൃത്യമായ പരിശ്രമങ്ങൾ നമ്മൾ MS സൊല്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ സബ്ജക്റ്റിലും തരുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. MS സൊല്യൂഷൻ ഉണ്ട് മക്കളെ, ഇനി നമുക്ക് വേറൊരു സൊല്യൂഷൻ വേണ്ട. ഓക്കേടാ, ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ 50, 46, 47, 48, 49, 50 എന്ന് പറയുന്ന 5 ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ദ ട്രയാങ്കിൾ ഫോംഡ് ഇൻ ദ പിക്ചർ ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ചിത്രത്തിലെ ത്രികോണം മട്ടത്രികോണമാണെന്ന്. സോറി കേട്ടോ, ക്വസ്റ്റ്യൻ അതിൽ ടൈപ്പ് കൃത്യമായിട്ട് വന്നില്ല. ചിത്രത്തിലെ ത്രികോണം മട്ടത്രികോണമാണെന്ന് തെളിയിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതിന് പേര് കൊടുക്കുന്നു. ഇത് ഞാൻ ABC എന്ന് കൊടുക്കുന്നു. ഈ ABC ആണ് എന്താക്കേണ്ടത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കേണ്ടത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇതിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഒരു ടാൻജൻ്റാണ്. അപ്പോൾ ഇവിടെ മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ AQയും BQ എന്താണ്? ഈക്വലാണ്. AQയും BQ എന്താണ്? ഈക്വലാണ്. AQയും BQയും ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിൾ X ആയിരിക്കും, ഈ ആംഗിൾ X ആയിരിക്കും. ഏത് ആംഗിളടാ? ആംഗിൾ QABയും ആംഗിൾ QBAയും എന്താണ്? X ആണ്. അങ്ങനെ തന്നെ ഞാൻ ഇപ്പുറത്തെ ഇതിന് വയ്യൊന്നും കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് എത്ര കിട്ടണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എടാ, QAയും QB ഈക്വലാണ്. കാരണം എന്താ? ടാൻജൻസ് ആണ്. പുറത്തുനിന്നുള്ള ഒരു ബിന്ദുവിൽ നിന്നുള്ള ടാൻജൻസ് ആണ്. അതേപോലെ QBയും QCയും ഈക്വലാണ്. അങ്ങനെയാണ് ഇവിടെ 2x ഉണ്ട്, 2y ഉണ്ട്. കൂട്ടി നമുക്ക് 180 കിട്ടണം. 2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെത്താം. 2 × x + y 180 ആണെങ്കിൽ x + y എന്ന് പറയുന്ന ആംഗിൾ 180/2 എത്ര കിട്ടടാ? 90 കിട്ടി. ഒരാംഗിൾ 90 ആണെങ്കിൽ, ഒരാംഗിൾ 90 ആണെങ്കിൽ അതെന്ത് ട്രയാങ്കിളാണ്? അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? 46. ഇനി അടുത്ത്, ഇൻ ദ ഫിഗർ PC = 4 സെൻറ്റിമീറ്റർ. PC 4 ആണ്, AB 6 ആണ്. PAയുടെ നീളം എന്ത്? അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാ? PA × PB = PC² എന്ന് വരും. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് PA × PB = PT² എന്ന് പറയുന്നത്, PX × PY = PT² എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. ആ ഫോമാണ്. അപ്പോൾ PA എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനത് X എടുത്തു. PB എന്ന് പറയുന്നത്, അപ്പോൾ X × X + 6 = PC², 4². അപ്പോൾ ഈ സാധനം മാറിയടാ. ഇത് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച സർക്കിൾ ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എന്ന് ഉദ്ദേശിച്ചിട്ടെങ്കിലും അതിലെ ഇക്വേഷൻ വെച്ച് ഇത് കണക്ട് ചെയ്ത് പോകുന്നത് എങ്ങോട്ടേക്കാ? സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ പോളിനോമിയലേക്ക്. അങ്ങനെയാണ് ഇതിങ്ങനെ മാറും. x² + 6x = 4². 4² എന്താ? 16 ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, അതായത് വർഗ്ഗത്തിക കൊടുക്കുമ്പോൾ x² + 6x + 9 = 16 + 9. ദാറ്റ് ഈസ് x² + 6x + 9 എന്തായി? 25ആയി. ഇനി ഇതിനെ മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. x + 3 ² = 25 എന്ന് പറഞ്ഞാൽ 5². അപ്പോൾ x + 3ൻ്റെ വില 5 ആണെങ്കിൽ എക്സിൻ്റെ വില 5 - 3 എത്ര കിട്ടിയടാ? 2 കിട്ടി. എടാ, 4 മാർക്കിൻ്റെ ചോദ്യം. 4 മാർക്കിന് നിങ്ങൾ ഉറപ്പിച്ചോ? 4 മാർക്കിന് എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഇയാൾ കയറി വരും, ഉറപ്പിച്ചോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സർക്കിൾ ആൻഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഡിഗ്രിയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്തത്, പ്രൂവ് ദാറ്റ് ഇഫ് ദ ഹൈപ്പോട്ടനസ് ഓഫ്, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
പ്രൂവ് ദാറ്റ് ഇതെങ്ങനെയാണ് നമുക്ക് ഒരു ചിത്രം കൃത്യമായിട്ട് ചിത്രം വരച്ചുകൊണ്ട് ചെയ്യാം. പ്രൂവ് ദാറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയുള്ളൊരു ഡോട്ടഡ് ലൈൻ. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിള് എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അകത്ത് ആര്? ഒരു സർക്കിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അകത്തൊരു സർക്കിൾ ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എന്ത് കാണണം? ഏരിയ നമുക്ക് എന്താണ് തെളിയിക്കണം? ഏരിയ ഈക്വൽ ടു R × H+R ആണ് തെളിയിക്കണം. ഹൈപ്പോട്ടനസ് H തന്നിക്ക്, സർക്കിളിൻ്റെ റേഡിയസ് R തന്നിക്ക്. ഇത്രയും സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 6 ആണെങ്കിൽ ശ്രദ്ധിച്ചോളാം, ഇത് രണ്ടും 6 ആണെങ്കിൽ ഇതും 6 ആണ്, ഇതും 6 ആണ്. ഞാനിവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എടുത്താൽ ഇവിടെ എക്സ് വരും. കാരണം ഇതൊക്കെ ടാൻജൻറ്റ് കണക്ട് ചെയ്യുന്നുള്ള സാധനം. അപ്പോൾ ഇതെന്തായി? H - ആയി, ഇതും എന്തായി? H - ആയി. അപ്പോൾ മൊത്തം കിട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം R = A/S എന്നുള്ള സാധനം നമ്മൾ പഠിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ A = എന്തായിരിക്കും? R × S ആയിരിക്കും. R അവിടെ ഉണ്ട്, നമുക്ക് S കാണണം. S = എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ, ഇതിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ R + X + X + H - X + H - X/2 എന്ന് വരും. ഓക്കെ, ഇതിൽ ഇവിടെ ഒരു +x, ഇവിടെ ഒരു -x, ഇവിടെ ഒരു +x, ഇവിടെ ഒരു -x, ക്യാൻസലായി. ബാക്കിയുള്ളത് എന്താ? ബാക്കിയുള്ളത് 2R + 2H/2. കോമൺ ആയിട്ട് 2 എടുത്താൽ R + H/2, രണ്ടും ക്യാൻസൽ. അങ്ങനെയാണ് S എന്താണ്? S എന്ന് പറയുന്ന R + H ആയാൽ A = R + H അല്ലേ? R × R. A = R × S അല്ലേ? R × R + H. ഇതാണ് പ്രൂഫ്. കൃത്യമായിട്ട് പഠിച്ചോളാം. അടുത്ത ചോദ്യം. എ മാൻ sees the top of a tree on the other bank of a river at an elevation of 60 degree. Moving 20 meter back, he sees at an elevation of 30 degree. Draw a rough figure. What is the height of the tree and width of the river? ഒരാൾ ഒരു പുഴയുടെ അക്കരെയുള്ള ഒരു മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 20 മീറ്റർ പുറകോട്ട് സഞ്ചരിച്ചപ്പോൾ 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. മരത്തിൻ്റെ ഉയരവും പുഴയുടെ വീതിയും കണക്കാക്കുക. എങ്ങനെയാ ചെയ്യുക നോക്കിക്കോ. നമ്മൾ അതിൻ്റെ ചിത്രം വരിക എങ്ങനെയാണ്? ഇങ്ങനെ, അതായത് ഇതാണ് മരം, ഇത് പുഴയുടെ വീതി. അയാൾ ആദ്യം 60 ഡിഗ്രി കാണുന്നു, 20 മീറ്റർ പുറകോട്ട് സഞ്ചരിച്ച് എത്രയെ കാണുന്നു? 30 കാണുന്നു. അങ്ങനെ വരുമ്പോൾ നോക്കിക്കോ, നമ്മൾ വലിയ ഇക്വേഷൻ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 120 ആയിരിക്കും. 120 30 എന്തായി? 150 ബാക്കി 30. അപ്പോൾ ഇതെന്ത് ത്രികോണം? അതെന്ത് ത്രികോണാടാ? അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ എന്ത് വരും? ഇത് 20 ആണെങ്കിൽ ഇവിടെ 20 വരും. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താവുന്നു? 20 ആണെങ്കിൽ 60, അതായത് ഇവിടെ 30 അല്ലേ? 30 ഓപ്പോസിറ്റ് 20ൻ്റെ പകുതി 10 ആയിരിക്കും. അപ്പോൾ X = 10 കിട്ടി. അങ്ങനെയാണ് H = 60 ആകുമ്പോൾ 10√3. ആൻസറായി. സിമ്പിൾ സാധനം. ഇത് ചിത്രം വരച്ച് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്താൽ അവിടെ 4 മാർക്ക് കിട്ടും, ഉറപ്പാണ്. 4 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 50ാമത്തെ ക്വസ്റ്റ്യൻ. The hypotenuse of a right triangle is 25 centimeter. The difference between other two sides is 5 centimeter. Find the area of a triangle. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 25 സെന്റിമീറ്റർ ആയാൽ മറ്റ് രണ്ട് വശങ്ങളുടെ വ്യത്യാസം 5 സെന്റിമീറ്റർ ആയാൽ, ഒരു മട്ടത്രികോണത്തിന്റെ കർണം 25 സെന്റിമീറ്റർ, മറ്റ് രണ്ട് വശങ്ങളുടെ വ്യത്യാസം 5 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒരു സൈഡ്, ആദ്യത്തെ സൈഡ് നമ്മൾ x ആക്കി എടുത്താൽ അടുത്ത എന്തായിരിക്കും? x+5 ആയിരിക്കും. ഇത് മട്ടത്രികോണം ആയതുകൊണ്ട് x² + x+5² സമം എന്തായി? 25. ദാറ്റ് ഈസ് x² + x² + 10x + 25 is equal to 625. That is 2x² + 10x
25 അങ്ങോട്ട് പോകുമ്പോൾ 625 മൈനസ് 25, ദാറ്റ് ഈസ് 2x² പ്ലസ് 10x ഇസ് ഈക്വൽ ടു എന്തായി 600 അല്ലേ? 600 എന്നാകല്ലേ? 625 25 പോയി 600 ആവും. ദാറ്റ് ഈസ് ചെറുതാക്കുമ്പോൾ x² പ്ലസ് 5x സമം 300 എന്നും. ഇനി ഇതിനകത്ത് A1 B5 C ഈക്വൽ ടു 300 ഇങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ B² മൈനസ് 4AC, ഓക്കെ, മൈനസ് സോറി ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്താ? ഇതിന് ഇക്വേഷൻ ആക്കിയില്ല. ഇതിന് ഇക്വേഷൻ ആക്കണ്ടേ? x² പ്ലസ് 5x മൈനസ് 300 സമം എന്താടാ 0. x² പ്ലസ് 5x മൈനസ് 300 എന്തായി 0. അപ്പോൾ A1 B5 C മൈനസ് 300. അങ്ങനെയാണെങ്കിൽ B² മൈനസ് 4AC എന്ന് പറയുന്നത് 5² മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 300. 25 പ്ലസ് 1200 എന്ത് കിട്ടും? 1225. ഓക്കെ, ഇനി അടുത്ത എന്താ പരിപാടി? അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ x ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് B² മൈനസ് 4AC ബൈ 2a മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ? -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1225 ബൈ 2, ദാറ്റ് ഈസ് x ഇസ് ഈക്വൽ ടു -5 പ്ലസ് 35 ബൈ 2 ഓർ x ഇസ് ഈക്വൽ ടു -5 മൈനസ് 35 ബൈ 2. x ഇസ് ഈക്വൽ ടു 30/2 15 ഓർ x ഇസ് ഈക്വൽ ടു എന്ത് വരും? -20 എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചെന്താ? വശമല്ലേ? വശം നമ്മൾ പോസിറ്റീവല്ലേ എടുക്കൂ. അപ്പോൾ സംഖ്യ 15 ആയിരിക്കും, അതിനോട് 5 കൂട്ടി 20 ആയിരിക്കും, മറ്റൊന്ന് 25 ആയിരിക്കും. 3 സൈഡ് കിട്ടി. അതായത് x നമ്മൾ 15 എടുത്താൽ x പ്ലസ് 5 എന്ന് പറയുന്നത് എന്തായി? 20 ആയി. x കൂട്ടണം 5 എത്രയായി? 20 ആയി. മറ്റേ സൈഡ് എത്രയാ? 25 ആണെന്ന് കൃത്യമായിട്ട് തറഞ്ഞു. അപ്പോൾ ഇതാണെന്ത്? ഇതാണെടാ നമ്മുടെ 50ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഡേ 10 ഈസ് കംപ്ലീറ്റഡ്. നമ്മൾ പകുതിയായിരിക്കുന്നു, നമ്മുടെ ചാലഞ്ചിൻ്റെ പകുതിയായിരിക്കുന്നു. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. ഓക്കെ, കൃത്യമായിട്ട് എന്തിനു വേണ്ടി പഠിക്കുക? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. ഓക്കെ ആണോടാ? ഇനി എന്ത് ചെയ്യുക? ഇത്രയാണ് മക്കളെ എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ക്ലാസ് പറയാനുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും കൃത്യമായിട്ട് പഠിച്ച് പോവുക. ഇനി 10 ദിവസം കൂടി നമ്മുടെ ചലഞ്ച് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓരോ ദിവസം എത്തും. ഞായറാഴ്ച ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇന്നലെ ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അതായത് ഈ ഒരു 5 ദിവസം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 തിങ്കൾ 5 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കിട്ടും. വീണ്ടും ഒരു 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ചലഞ്ച് കഴിയുന്നുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇനിയും മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ കൃത്യമായിട്ട് ഓരോ ദിവസത്തെ ലൈവിലേക്കൊക്കെ കടന്നു വരിക. കൃത്യമായിട്ട് മുഴുവൻ കുട്ടികൾ എന്ത് ചെയ്യുക? നമ്മുടെ ലൈവിലേക്ക് കടന്നു വരിക. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണെടാ ഓരോ ദിവസവും. അപ്പോൾ എന്ത് ചെയ്യുക? മക്കൾ നല്ല രീതിക്ക് പഠിക്കുക. അപ്പോൾ സാർ ഇന്നത്തെ ഈ ക്ലാസ് എന്ത് ചെയ്യുന്നു? നാളെ കൃത്യം വൈകുന്നേരം രാത്രി ആയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് അടുത്ത 5 ക്വസ്റ്റ്യനിലേക്ക് എത്തും. ഓരോ ദിവസവും അങ്ങനെ രാത്രി എത്തും. രാത്രി എന്ത് ചെയ്യുക? കിടക്കുന്നതിൻ്റെ മുന്നേ വന്നിട്ടില്ലെങ്കിലും ഒന്ന് നോക്കുക. നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കി ചാലഞ്ച് വന്നിട്ടുണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക? വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് കാണുക, എഴുതിയെടുക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കളെ ക്രിസ്മസ് പരീക്ഷയുടെ മാത്സ് എക്സാമിന് മക്കൾക്ക് കൃത്യമായി നല്ല മാർക്ക് ഉണ്ടാവും. ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. പരീക്ഷ നമുക്ക് ഉഷാറാക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ? ഇന്നത്തേക്ക് ടാറ്റ, ബൈ. മാഷ് എന്ത് ചെയ്യുന്നു? അന്നത്തേക്ക് വിട വാങ്ങുന്നു. ടാറ്റ.